ശബരിമലയിലേക്ക് അലങ്കരിച്ച വാഹനങ്ങളിൽ തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്കെതിരെ കടുത്ത നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. രൂപമാറ്റം വരുത്തിയും ക്ഷേത്രങ്ങളുടെ മാതൃക ഉൾപ്പെടെ ഘടിപ്പിച്ചും തീർത്ഥാടനത്തിന് എത്തുന്നതിനെതിരെ ബോധവൽക്കരണം നടത്താനും ഇപ്പോൾ MVD തുടക്കമിട്ടിരിക്കുകയാണ്. അപകട സാധ്യതയുള്ള വനമേഖലയിലെ പാതയിലൂടെയാണ് ശബരിമല തീർത്ഥാടകർ വരേണ്ടത്. കൊടും വളവുകളും കൊക്കുകളും നിറഞ്ഞ പാതകളാണിത്. ഇവിടെ അടിസ്ഥാനപരമായ രൂപഘടനയിൽ മാറ്റം വരുത്തി വാഹനങ്ങൾ എത്തുന്നത് വലിയ അപകടങ്ങൾക്കിടയാക്കും എന്നാണ് MVD ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എതിരെ വരുന്ന വാഹനങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഏതൊരു രൂപമാറ്റവും പിഴ ഈടാക്കാവുന്ന കുറ്റമാണ്. ശബരിമലയിലേക്ക് അലങ്കരിച്ച വാഹനങ്ങളിൽ ഭക്തർ സഞ്ചരിക്കുന്നത് മറ്റുള്ള ഡ്രൈവർമാരുടെ ശ്രദ്ധ തെറ്റാനും കാരണമാകും. അതുമാത്രമല്ല, ഈ വലിയ ശബ്ദത്തിൽ പാട്ടുകൾ വെച്ച് വാഹനങ്ങൾ എത്തുന്നതും അപകട കാരണമാകുന്നുണ്ട്. തീവ്ര വെളിച്ചമുള്ള ലൈറ്റുകളും മറ്റും ഘടിപ്പിച്ച വാഹനങ്ങളുമായും തീർത്ഥാടകർ എത്തുന്നുണ്ട്. രാത്രിയിൽ ഇത്രയും വെളിച്ചമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് അപകടത്തിന് ഇടയാക്കും. തീർത്ഥാടനത്തിന്റെ തുടക്കം മുതൽ ഇത് ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ടെങ്കിലും ആരും ഇത് ഗൗരവമായി പരിഗണിക്കുന്നില്ല. ഇതുവരെ കടുത്ത നടപടികൾ കൈക്കൊള്ളാതെ ഉപദേശം നൽകി മാത്രം അടക്കുകയാണ് MVD ചെയ്തിരുന്നത്. എന്നാൽ ഈ കൂടുതൽ ഭക്തർ എത്തുന്ന സമയമായതോടെ പിഴ ഈടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഓരോ രൂപമാറ്റത്തിനും 5000 രൂപയാണ് പിഴ. വലിയ ശബ്ദവും വെളിച്ചവുമുള്ള വാഹനങ്ങൾ വന്യമൃഗങ്ങൾക്കും ശല്യമായേക്കും. വലിയ വാഹനങ്ങളിൽ എത്തുന്ന തീർത്ഥാടകർ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വനമേഖലയിൽ നിക്ഷേപിക്കുന്നത് വന്യമൃഗങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നും ഇപ്പോൾ ഹരിതസേന ഇത് ശേഖരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിലും ബോധവൽക്കരണത്തിനും മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ നടപടി തുടങ്ങിയിരിക്കുകയാണ്. ശബരിമലയിലേക്ക് എത്തുന്നതിനാൽ കടുത്ത നടപടികൾ ഉണ്ടാകില്ലെന്ന ധാരണയിലാണ് പലരും നിയമം ലംഘിക്കുന്നത്. കഴിഞ്ഞ ദിവസം രൂപമാറ്റം വരുത്തിയെത്തിയ ഓട്ടോറിക്ഷ അധികൃതർ കടത്തിവിട്ടില്ല, പിഴയും അടപ്പിച്ചു. ഇവർക്ക് മറ്റൊരു വാഹനത്തിൽ പമ്പയ്ക്ക് പോകേണ്ടി വന്നു. ശബരിമലയിലേക്ക് അലങ്കരിച്ചു വരുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പുഷ്പങ്ങളും ഇലകളും വെച്ച് വാഹനങ്ങൾ അലങ്കരിക്കാൻ പാടില്ലെന്നും ഇത് മോട്ടോർ വാഹന ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും കൂടാതെ സർക്കാർ ബോർഡ് വെച്ച് വരുന്ന തീർത്ഥാടക വാഹനങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും കോടതി നേരത്തെ തന്നെ ഉത്തരവിട്ടിരുന്നു. പുഷ്പങ്ങളും ഇലകളുമെല്ലാം ഉപയോഗിച്ച് അലങ്കരിച്ചാണ് ശബരിമലയിലേക്ക് പല തീർത്ഥാടന വാഹനങ്ങളും എത്താറുള്ളത്. ഇത്തരത്തിൽ അപകടമുണ്ടാക്കുന്ന രീതിയിലെ അലങ്കരിച്ചു വരുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് നേരത്തെ ഇറക്കിയിരുന്നത്. നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശബരിമല സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളും ഇത്തരത്തിൽ അലങ്കരിച്ചാണ് സർവീസ് നടത്താറുള്ളത്. എന്നാൽ ഇത്തരത്തിൽ യാതൊരു അലങ്കാരവും ഒരു വാഹനത്തിലും പാടില്ലെന്നാണ് കോടതി നേരത്തെ തന്നെ വിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അതിൽ ഡ്രൈവറുടെ കാഴ്ച തന്നെ മറയ്ക്കുന്ന രീതിയിലുള്ള തരത്തിലുള്ള അലങ്കാരങ്ങൾ നടത്തുക അല്ലെങ്കിൽ രൂപമാറ്റം നടത്തുക എന്നുള്ളതൊക്കെ തന്നെ അവരെ സഞ്ചരിക്കുന്ന ആ വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്കൊപ്പം അതേപോലെ തന്നെ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തന്മാരെല്ലാം തന്നെ അത്തരത്തിൽ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ MVD കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ശബരിമലയിലേക്ക് പോകുന്നവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം.